ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ദോൾമയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. തുർക്കിക്കാരുടെ പ്രധാനപ്പെട്ടൊരു വിഭവമാണ് ദോൾമ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. അപ്പോൾ ക്യാപ്സിക്കം വെച്ചിട്ടാണ് ഇത് ദോൾമ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ തുടക്കം മുതൽ തന്നെ കണ്ടു തുടങ്ങാം. അപ്പോൾ ദോൾമ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നമ്മൾ നന്നായി കഴുകി എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ്, ഒന്ന് വിനാഗിരി കൊഴിച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് നമുക്ക് ആദ്യം ഇതിന്റെ ഞെട്ടി ഒന്ന് ഒഴിവാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. എനിക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ അത് പൊട്ടിപ്പോകുന്നുള്ള പേടി. അപ്പം ഞാൻ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ തുറക്കുന്ന ഒഴിവാക്കണേ. കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. നമുക്കിത് എടുത്ത് പാത്രത്തിലേക്ക് വെക്കാം. നമ്മളിത് വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മളിത് ഞെട്ടിയെടുക്കാൻ. ഇവിടെ ഓട്ടാവാനോ പൊട്ടാനോ പാടില്ല കേട്ടോ. പൊട്ടാതെ നമ്മൾ മെല്ലെ എടുക്കണേ. അപ്പൊ ഈ റെസിപ്പി എനിക്ക് അയച്ചു തന്നത് ഹസ്ബൻഡിന്റെ പെങ്ങളെ മോനും മരുമോളും. അവര് തുർക്കിയിലാണ് താമസം. മരുമോള് തുർക്കിക്കാരിയാണ്. ദിലാര എന്നാണ് അവളുടെ പേര്. അപ്പൊ അവര് അയച്ചു തന്ന റെസിപ്പിയാണിത്. അപ്പൊ ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കിട്ടോ, നല്ല ടേസ്റ്റ് തോന്നി. ഞാൻ ഇന്നലെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഉണ്ടാക്കണല്ലോ. അപ്പൊ അവരുടെ എല്ലാ റെസിപ്പി നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, എല്ലാ സാധനങ്ങളും ഇത് ഉണ്ടാക്കാനുള്ള. അപ്പൊ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഉണ്ടാക്കാന്നുള്ളൂ കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഞാനിത് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാണ്. അപ്പൊ നമ്മളിങ്ങനെ മുഴുവനും അങ്ങനെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് മുഴുവനും ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഞെട്ടിയൊക്കെ അതിൻ്റെ ഉള്ളൊന്ന് വൃത്തിയാക്കണം കേട്ടോ. ഇതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് പോക്കണം. നമ്മൾ പൊട്ടാതെ എടുക്കുകയും വേണേ. ഇനി നമുക്ക് പിന്നെ ഇതിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ടൊരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതാക്കി കൊത്തി അരിയണം കേട്ടോ. അങ്ങനെ നമ്മൾ സവാള അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി പഴുത്ത 2 തക്കാളി വേണേ. ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ സാധനത്തിന്റെ അളവിനനുസരിച്ച് നിങ്ങൾ ഓരോന്ന് എടുക്കുക കേട്ടോ. ഞാനിവിടെ ക്യാപ്സിക്കത്തിനനുസരിച്ചുള്ളതാണ് എടുത്തത്. 8 ക്യാപ്സിക്കം ഉണ്ട്. അതിനനുസരിച്ചുള്ള സാധനമാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പിന്നെ ഇതാണ് ബീഫ് ഞാൻ ഒന്ന് 3/4 വേവാക്കി എടുത്തതാണ്. കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ ഇത്തിരി മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകത്തിന്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ തുർക്കിക്കാരത് ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ബീഫ് വേവിച്ചതല്ല എടുക്കുക. അവര് കീമയാണ് എടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അത് ഇവിടെ എല്ലായിടത്തും അവൈലബിൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ ബീഫ് വാങ്ങിയപ്പോൾ കുറച്ച് എടുത്ത് വെച്ച് അന്ന് വേവിച്ചെടുത്തതാണ്. ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർ ബീഫ് അരച്ചതാണ് ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയേ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബസുമതി റൈസ് ഞാൻ 1 മണിക്കൂർ ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. അപ്പൊ നമുക്ക് 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് നിറയെ എടുത്തിട്ടില്ല, ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട് അരി. അപ്പൊ ഈ ബസുമതി റൈസ്, അപ്പൊ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ ടൊമാറ്റോ സോസ് വേണം. ടൊമാറ്റോ സോസും അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് മതി. കുറച്ച് 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്ര തന്നെ അത് ഉണ്ടാവുള്ളൂ.
ഇത്ര ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പാക്കറ്റ് അതിൽ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയപ്പം ട്രൈ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പം അതിൻ്റെ ബാക്കിയാണിത്. പിന്നെ നമുക്ക് വേണ്ടത് സെലറി വേണം കേട്ടോ. സെലറി അത് നമുക്ക് മല്ലിച്ചപ്പിൻ്റെ ഇല എടുത്താലും മതി. ഞാനിത് ഇവിടെ കുറച്ച് സെലറി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പം പിന്നെ മല്ലിച്ചപ്പിന് അപ്പം അത് സെലറി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മല്ലിച്ചപ്പിൻ്റെ ഇല എടുത്താലും മതി. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വേണം കേട്ടോ. പാഴ്സലി ലീവ്സ് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് തന്നെ വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് വേണം, അതായത് പെപ്പർ പൗഡർ. ഇത് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ, സാൾട്ട് നമുക്കൊന്ന് പാകത്തിന് ഇട്ട് കൊടുക്കണം, അധികം ആവണ്ട. അതുപോലെ തന്നെ കുറച്ച് പിന്നെ കുമിൻ സീഡ് ഇത്തിരി ഇട്ടുള്ള കുമിൻ സീഡ്സ്, അതായത് നല്ല ജീരകം ഇത്തിരി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് നമുക്ക് ഇതിന്റെ പൊടി ഇട്ട് കൊടുത്താലും മതി, ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കൈക്കൊണ്ടങ്ങ് മിക്സ് ചെയ്താലും മതിയേ. ഇനി കൈക്കൊണ്ട് എടുക്കണം. അപ്പൊ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക നമ്മൾ അതിലേക്ക് നിറക്കുന്നതിന് മുമ്പ് തന്നെ കേട്ടോ. അപ്പൊ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചേരുവയും കൂടി ചേർക്കാനുണ്ട്. സൺഫ്ലവർ ഓയിൽ 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ. അവര് തുർക്കിയിൽ ഒലീവ് ഓയിലാണ് ഒഴിക്കുക. നമ്മൾ അപ്പൊ സൺഫ്ലവർ ഓയിലല്ലേ, നമുക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടൂലല്ലോ. അപ്പൊ നമ്മൾ അതിന് പകരം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ അത് ഒഴിക്കുക. ഇനി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇത് മുഴുവൻ ഇതിലേക്ക് നിറച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ബാക്കിയാണ് കേട്ടോ. ഈ റൈസ് എന്ന് പറയുന്നത് ഇത് പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കി നോക്കി. അപ്പൊ എന്നിട്ട് മാതിരി അറിയണല്ലോ എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് വീഡിയോയിൽ പറയണമെങ്കിൽ ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇന്നലെ ഉണ്ടാക്കി നോക്കി. ഇത് നല്ല ടേസ്റ്റ് ആണ് ഈ റൈസ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ നമ്മളിത് ഒരു കുക്കറിലേക്കാണ് ഞാൻ ഇറക്കി വെക്കുന്നത്. അവര് പിന്നെ ഓവനിൽ വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കി കണ്ടത്. പിന്നെ സാധാ അടുപ്പ് ഗ്യാസ്മിൽ പാത്രത്തിൽ വെച്ചിട്ട്. പക്ഷേ ഞാൻ ഇന്നലെ പാത്രത്തിൽ വെച്ചിട്ട് ഇത് വെന്ത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എന്തിനാ ഇത് രണ്ടാമത് കുക്കറിലിട്ട് ഒരു 2-3 വിസിലങ്ങ് അടുപ്പിച്ചു. അപ്പൊ നന്നായി വെന്ത് കിട്ടി, നല്ല ടേസ്റ്റും കിട്ടി. അപ്പൊ ഞാനിത് കുക്കറിൽ വെക്കാണ്. നമുക്കിത് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം. അപ്പൊ നമ്മളിത് ഉണ്ടാക്കി എനിക്കിത് കുറച്ച് ലാസ്റ്റ് ബാക്കി വന്നു. അവസാനം അവര് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാത്രം ബാക്കിയൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ, കണക്കായിരുന്നു അതിൽ നിറച്ചപ്പം. അപ്പൊ ഈ പാത്രം ഒന്നായിട്ട് കഴുകി ഇതിലിന്റെ അങ്ങോട്ട് ഒഴിച്ചതായിരുന്നു. അപ്പൊ നമുക്ക് പാത്രം കഴുകുന്നതിന് മുമ്പ് ഈ സാധനം ബാക്കിയുണ്ട്. അപ്പൊ ഈ ബാക്കിയുള്ള സാധനം ഞാൻ എന്ത് ചെയ്യാണ്, ഏതായാലും ഇതിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ റൈസ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് എന്തായാലും വേവിച്ച് കഴിക്കണം. ഞാനിതും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവസാനം മോറിപ്പാര, അതാ നല്ലത്. പിന്നെ ഈ ടൊമാറ്റോ സോസ് കുറച്ച് ബാക്കിയുണ്ട്. ഇത് ഞാൻ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് വേവണമെങ്കിൽ അത്യാവശ്യം വെള്ളം വേണം. അപ്പൊ വെള്ളം ഞാൻ ഇതിൽ ഒരു 3/4 കപ്പ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം ഇങ്ങനെ മോറിപ്പാരാതാ നല്ലത് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് വേവാനുള്ള വെള്ളം, അരി വേവാനുള്ള വെള്ളമൊക്കെ ഇതിലായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ടൊമാറ്റോസിന്റെ ഒരു കഷ്ണം, ഒരു തക്കാളിന്റെ പീസ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ അപ്പൊ അത് ഞാൻ ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടൊമാറ്റോ പീസ് നമ്മൾ ഇതിലെ വെച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. വേണമെങ്കിൽ 1 സ്പൂണും കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം. നമുക്ക് ഇതിലെ ആവശ്യത്തിന് നമുക്ക് ഓയിൽ ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. അപ്പൊ കുഴക്കുമ്പോൾ എടുക്കാം. എനിക്ക് ഇങ്ങനെ കുറച്ച് കുറവാണെന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇതിന്റെ മേലത്തിരിയും കൂടി ഒഴിച്ചെടുക്കുകയാണേ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 വിസിലടിക്കുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ചുരുങ്ങിയതൊരു 3 വിസിലെങ്കിലും വേണം. ഇന്നലെ ഞാൻ 3 വിസിലിനാണ് ഞാൻ വേവിച്ചെടുത്തത് കേട്ടോ. അപ്പൊ നമ്മളെ ദോൾമ വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ തുറന്ന് നോക്കാം. ഞാൻ 3 വിസിലിന് ഇത് ഓഫാക്കിട്ടോ. പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇത് ചോറൊക്കെ ഇതിൽ അടി കരിഞ്ഞു പോവോ, വെള്ളം പാകത്തിനാണോ എന്നൊക്കെ ആയിട്ട് തോന്നലുണ്ടായിരുന്നു. പക്ഷെ വെള്ളമൊക്കെ അടി പറ്റിയിട്ടൊന്നും ഇല്ല, ഒരു പാകത്തിനാണ് തോന്നുന്നുണ്ടേ, പാകത്തിനായിട്ടുണ്ട്.
പിന്നെ സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാണ് വേണ്ടത്. അപ്പം നമ്മൾ റൈസ് ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തതാണല്ലോ. അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നമ്മൾ ഇതിന് ദോൾമ, അപ്പം നമ്മുടെ തുർക്കിഷ് ദോൾമ നമ്മുടെ കേരള സ്റ്റൈലിൽ ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു. നല്ല ടേസ്റ്റാണ്, ഇതിന് റൈസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ നമ്മൾ ഈ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ക്യാപ്സിക്കത്തിൻ്റെ ചോയ പിന്നെ എല്ലാവർക്കും അറിയാലോ, വേറൊരു ചവർപ്പും ഇതൊക്കെയാണല്ലോ. അപ്പം അതിൻ്റെ മേലത്തെ പാട അങ്ങനെ പൊളിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒന്നായിട്ട് കഴിച്ചാൽ മതിയേ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ രീതിയിലും ഒക്കെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്, അസ്സലാമലൈക്കും. റൈസൊക്കെ